ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്ലേലിസ്റ്റ് മൂന്നാമത്തെ പാർട്ടിലാണ്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നിപ്പോ നമ്മള് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ എന്താ പറയാ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അതിപ്പോ വേർഡ്പ്രസിന്റെ സൈറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു. അതെ. അപ്പൊ ഇന്നലെ നിങ്ങൾ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇന്ന് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മള് ഹോസ്റ്റിംഗ് എന്താണെന്ന്, അതെ. അതേപോലെ തന്നെ ഡൊമൈൻ ഇതുപോലെ SSL സർട്ടിഫിക്കറ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഡൊമൈൻ, എന്നിട്ട് ഡൊമൈൻ. കാരണം ഈ ഡൊമൈന്റെ ശരിക്കും ഈ ഡൊമൈന്റെ ഇതെന്താ ഇപ്പോ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീട്, ഇപ്പൊ നമ്മളൊരു വീടിന്റെ അഡ്രസ് തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന് ഒരു പേരുണ്ടാവും, ആ ഒരു അഡ്രസ് ഉണ്ടാവും. അതെ. അപ്പൊ അതേപോലെ ഇന്റർനെറ്റിലുള്ള ഒരു അഡ്രസ്സാണ് ഡൊമൈൻ അല്ലെ? അതെ, ശരി. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഓരോ കമ്പനീസ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആമസോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ, ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്.com എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് വെബ്സൈറ്റ് ലിസ്റ്റ് ആയി കാണാൻ പറ്റും. അവർക്കൊരു അഡ്രസ് ഉണ്ട്. ഓക്കെ അല്ലേ? യൂണീക്ക് ആയിരിക്കും. ഒരാൾക്കുള്ളത് വേറൊരാൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഫ്ലിപ്കാർട്ട്.com എന്ന് പറഞ്ഞപ്പോ ഒരു സൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതേപോലെ വേറൊരു സൈറ്റ് ഉണ്ടാവില്ല. ഈ ഡൊമൈനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ഡൊമൈൻ കണക്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ നമ്മൾ ഈ ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ട് മുമ്പാണ് എന്ത് ഈ ഡൊമൈൻ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു എന്ത് ചെയ്യണം? അതിനെ സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ആദ്യം തന്നെ നിങ്ങൾ എന്താക്കുന്നത്, ടോപ്പ് ടു ബോട്ടം തന്നെ പോവുക. അപ്പൊ ആദ്യം നിങ്ങൾ മുകളിൽ നാവ് ബാർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാനർസ് ഒക്കെ നിങ്ങൾ റെഡിയാക്കും അല്ലെ? ബാനേഴ്സ് ഒക്കെ റെഡിയാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഇത് റെഡി ആണോ, ഇത് വെബ്സൈറ്റ് വരുമ്പോൾ റെഡി ആണോ, ഇത് റെസ്പോൺസീവ് ആണ്. അതായത് മൊബൈൽ സൈസിലേക്ക് വരുമ്പോൾ അത് സൈറ്റ് പൊട്ടി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായി കറക്റ്റ് വരുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് നോക്കണം. ചെക്ക് ചെയ്ത് വേണം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ അല്ലേ? നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അതായത് ഒരു വേർഡ് പ്രസ്സിൽ നിങ്ങൾ വെബ്സൈറ്റ്, അപ്പൊ നമുക്ക് അങ്ങനെ വെബ്സൈറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എന്ത് കിട്ടും അല്ലെ? ഒരു ലോക്കൽ ഹോസ്റ്റ്. അതായത് ലോക്കൽ സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ആ ലാപ്ടോപ്പിനെ തന്നെ നമ്മൾ ഒരു സെർവർ ആക്കി മാറ്റും. എന്നിട്ട് സെർവർ ആക്കി മാറ്റിയിട്ട് അതിനെ എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ സെർവർ എന്നുള്ളത് നിങ്ങളുടെ ലാപ്ടോപ്പ്, അതായത് നിങ്ങൾ ഏതോ ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് ആ ഡിവൈസ്. അപ്പൊ അത് പുറത്തുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആക്സസ് ചെയ്യാൻ പറ്റൂല. അതാണ് ലോക്കൽ ഹോസ്റ്റ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. പിന്നെയുള്ള ഓരോ വീഡിയോസ് നമ്മൾ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതാണ്. അത് നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ലോക്കൽ ഹോസ്റ്റ്. ഇനിയാണ് വരാൻ പോകുന്നത് എന്ത്, ഹോസ്റ്റിംഗ്. അതായത് നമ്മൾ പറഞ്ഞു, അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സാമ്പിളൊക്കെ കാണാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ നമ്മൾ സെർവർ ആക്കി എടുത്തിട്ട് ആ ലോക്കൽ ഹോസ്റ്റിൽ റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങനെയല്ല, ഇത് നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും വേണം അല്ലെ? എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് ഒരു മീഷോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതുപോലുള്ള വെബ്സൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്കും എടുക്കാൻ പറ്റും. ഇപ്പൊ ലോകത്തിലെ ഏത് മൂലയിലുള്ള ആൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡൊമൈൻ വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഇതെന്താണ്? ഇതാണ് ഹോസ്റ്റ് എന്ന് പറയാം. അതായത് ഇത് ഒരു സെർവറിൽ ഒരു മെയിൻ സെർവർ ഉണ്ടാവും. നമ്മൾ സെർവറിനെ കുറിച്ചൊക്കെ ഒരു വലിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചാനൽ തന്നെ വരും. അതെന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു വലിയ സെർവർ ഉണ്ടാവും. ആ സെർവർ എന്ന് വെച്ചാൽ എല്ലാവർക്കും മെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ സിസ്റ്റം നമ്മൾ സെർവർ ആക്കി എടുക്കുന്നതാണ് ലോക്കൽ ഹോസ്റ്റ്. പിന്നെയാണ് വലിയൊരു സെർവർ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ആമസോണിനൊക്കെ എന്ത് ചെയ്യും, സ്വന്തം ഒരു സെർവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഡൊമൈൻ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആവാൻ പറ്റും. മനസ്സിലായോ? ഒന്നും കൂടി ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ആമസോൺ ആകാനുള്ള കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും.
ഇതാണ് ഹോസ്റ്റ്. അതായത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ മാത്രം ഉപയോഗിക്കാതെ, നിങ്ങൾക്കിപ്പോൾ മൾട്ടിപ്പിൾ ഒരു ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാത്രം ഉണ്ടായപ്പോൾ ഈ ചുറ്റുപാട് മാത്രം ഉണ്ടായ പോരല്ലോ, നിങ്ങളത് എന്ത് ചെയ്യും, ഗ്ലോബലി എത്തിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഹോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്, അല്ലേ? അതെ. അപ്പൊ അതാണ് ഹോസ്റ്റിംഗ് എന്നുള്ള മനസ്സിലാക്കുക. ഇനി അതേപോലെ വരുന്നതാണ് SSL സർട്ടിഫിക്കറ്റ്. അതില്ല, അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഡൊമൈൻ. ഡൊമൈനെ കുറിച്ച് ഡൊമൈൻ പറഞ്ഞിരുന്നു. അത് ഹോസ്റ്റിംഗ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഡൊമൈൻ എന്നുള്ളത് കണക്ട് ചെയ്യുന്നത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഹോസ്റ്റിംഗ് കഴിഞ്ഞ് ഇനി ഡൊമൈൻ എന്താണെന്ന് വെച്ചാൽ, ഇനി ഹോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവർ നമുക്ക് തരുന്ന ഒരു URL എന്ന് വെച്ചാൽ, ഒരു നമുക്കിപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ Amazon.com അങ്ങനെയുള്ള കാണുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഹോസ്റ്റ് ചെയ്ത ഇവർ നമുക്കൊരു IP അഡ്രസ് ആണ് തരുന്നത്, ഒരു നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇതുണ്ട് തരിക. ഇത് 11.23. എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അതെ, അത് യൂണീക്ക് ആയിരിക്കും, അല്ലെ? അതെ അതെ അതെ. ഇപ്പൊ നമ്പേഴ്സ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ നമ്പേഴ്സ് എന്ന് വെച്ചിട്ട് ഇപ്പോ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് നമ്പർ ഉണ്ട്. അപ്പോൾ ഓരോ നമ്പേഴ്സും നമുക്ക് എന്താണ്, യുണീക്ക് ആണല്ലോ. ഓരോ സിം കാർഡിന് ഓരോ നമ്പേഴ്സും യുണീക്ക് ആണ്, അല്ലെ? അതുപോലെയാണ് എന്ത് ചെയ്യും ഇവർ IP അഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. IP അഡ്രസ്സ്, അല്ലേ? ആ IP അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലായിടത്തും ആക്സസിബിൾ ആക്കി വെക്കുന്നത്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ IP അഡ്രസ്സ്, ഈ 112.20. എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നാളെ എന്നും ഉപയോഗിക്കുന്ന ഒരു സംഭവം, ഒരു Amazon.com എന്നുള്ളത്, അത് നിങ്ങൾ എന്നും ഈ IP അഡ്രസ്സ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഏതാ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റുമോ? അതായത് നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കുക എന്നുള്ളത്, നമ്പേഴ്സ് ഓർത്ത് വെക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ് ശരിക്കും വെച്ചാൽ. ഇപ്പൊ നേരെ മറിച്ച് നിങ്ങളുടെ കോൺടാക്ട്സിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ നമ്പർ ആണോ സേവ് ചെയ്ത് വെക്കുന്ന, നെയിം ആണോ? നെയിം അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ വന്ന ഡൊമൈൻ നെയിം എന്നുള്ളത്. ഓക്കെ. ഈ ഡൊമൈൻ നെയിമാണ്, അതായത് ഡൊമൈൻ നെയിം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെർവറിൽ പോയി പർച്ചേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഗോഡാഡി, ഹോസ്റ്റിംഗ് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യും, ഡൊമൈൻ നെയിമിനെയാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഡൊമൈൻ നെയിമിനെ നമ്മൾ പർച്ചേസ്, ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇത് ഡീപ്പായിട്ട് പറയാനുണ്ട്, നമ്മുടെ ഓരോ വീഡിയോസ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇത് ഈ വീഡിയോ ചുരുക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഈ നെയിം നമുക്ക് പിക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിന്റെ നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൊമൈൻ പർച്ചേസ് ചെയ്യാം. ആ ഡൊമൈൻ പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ IP അഡ്രസ്സാണ് ഈ ഡൊമൈനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ ഡൊമൈനിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് ഈ പേരടിച്ചു കഴിഞ്ഞാൽ നേരെ അത് റീഡയറക്ട് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിലേക്കാണ്. നമ്മൾ എവിടെയാണോ ഹോസ്റ്റ് ചെയ്തത് അത് നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡൊമൈൻ നെയിം വന്നതും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഓർത്ത് വെക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എളുപ്പത്തിൽ ഡൊമൈൻ നെയിം വന്നിട്ട് നമുക്ക് ആക്സസിബിൾ ആകാനല്ല പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഹോസ്റ്റിംഗും പിന്നെ അതുപോലെ തന്നെ എന്താ പഠിച്ച്, ഡൊമൈൻ എന്താ പഠിച്ച്, ഡൊമൈൻ എങ്ങനെ കണക്ട് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ചെയ്ത് കാണിച്ചു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഓക്കെ. ഇപ്പോ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഹാക്കേഴ്സ് കേറാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അതെന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചില വെബ്സൈറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മറിച്ചൊരു നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന്റെ ഒരു മെസ്സേജ് ഒക്കെ തരും, ഡോണ്ട് യൂസ് ദിസ്, കാരണം അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചൊരു മെസ്സേജ് ഒക്കെ തരും. കാരണം എന്താന്ന് വെച്ചാൽ, അത് എന്തിനാ അങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ, അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. SSL സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ള ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഓരോ വീഡിയോസ് ചെയ്യും. അത് നിങ്ങൾ കീപ്പ് വാച്ചിങ്. അത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വെബ്സൈറ്റിലേക്കും അങ്ങനെ ചില വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിലൊക്കെ നിങ്ങൾ ഡാറ്റ എന്ത് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പാടില്ല. കാരണം അത് എന്തല്ല, അത് സെക്യൂർ അല്ല, അതൊന്നും അതെ, സേഫ് അല്ല. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെയാണ് നമുക്ക് കൺസെപ്റ്റ് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വെബ്സൈറ്റ് വന്നു, നമുക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ച ഒരു വെബ്സൈറ്റ് വന്നു. വെബ്സൈറ്റിൽ നേരെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നമുക്കൊരു ഫോം കാണാൻ പറ്റും, ഇല്ലെങ്കിൽ കോൺടാക്ട് നമ്മുടെ ഫോംസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, അടിച്ചു കൊടുക്കും. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതെന്ത് ചെയ്യും, അവരുടെ സ്റ്റോറേജിൽ പോയിട്ടാണ് സ്റ്റോർ ആവുന്നത്. അവിടെ എന്താണ് സ്റ്റോർ ആവുന്നത്, എന്താ ബാക്കെൻഡ്, അതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ആവുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡാറ്റ ഒരു കണക്ഷൻ, ഒരു നെറ്റ്വർക്കിലൂടെയാണ് പോകുന്നത്. ഈ നെറ്റ്വർക്കിലൂടെ പോകുന്നത് എന്തായിരിക്കില്ല,
നമ്മൾ സേഫ് ആയിരിക്കില്ല. തുറന്നിട്ട ഒരു ഗ്ലാസ് പോലെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ ചായ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ചില ചായ കാണാൻ പറ്റും. കപ്പിൽ വെച്ചാൽ മറ്റേ കപ്പിൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ. ആ രീതിയിൽ മനസ്സിലാക്കാം. എല്ലാതും ഹാക്കേഴ്സിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ SSL സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇത് ഡീക്രിപ്റ്റ് ആയിരിക്കില്ല, അത് എൻക്രിപ്റ്റ് ആയിരിക്കില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ആ ഡാറ്റ നമുക്ക് കാണാൻ പറ്റും, എടുക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ ഒഴിവാക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡൊമൈൻ്റെ സൈഡിൽ കാണാൻ പറ്റും ഒരു ലോക്കിന്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. ആ ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നിങ്ങൾ സേഫ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ അതെന്തല്ല, സേഫ് അല്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് വരും, അതിൽ കണ്ടാൽ മതി. ഓക്കെ, പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇനി നമുക്ക് വേർഡ് പ്രസ് ആണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ വേർഡ് പ്രസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് വേഗത്തിൽ തന്നെ ഇത്രയും കോഡിംഗ് ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് തരത്തിലുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് എടുക്കാൻ പറ്റും. അതായത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് കോഡിംഗ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് കോഡിംഗ് ഉപയോഗിച്ചിട്ടല്ല വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കോഡിംഗ് ഉപയോഗിക്കാതെ നോൺ കോഡിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്, വേർഡ് പ്രസ് അല്ലെ. വേർഡ് പ്രസ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്തൂടെ അല്ലെ? അതൊക്കെ കാണിച്ചു തരും നമ്മുടെ രാഹുൽ. നമുക്ക് എന്ത് ചെയ്യും? നല്ല സിമ്പിൾ ആക്കി എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലെ? കാണിച്ചു തരാൻ കൊടുക്കാൻ പറ്റൂലേ? ഷുവർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന, ഇനിയിപ്പോ അതേപോലെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്. അതായത് വിക്സ് അങ്ങനെയുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് കൂടെ ഉണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ അതായത് നോ കോഡിംഗ്, കോഡ് വേണ്ട ആവശ്യമില്ലാത്ത പല പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ്, വിക്സ്. അതുപോലെ തന്നെ വേറെ കുറെ വെബ്സൈറ്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്, വേർഡ് പ്രസ് എന്നുള്ള വെബ്സൈറ്റ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഡൊമൈൻ കണക്ട് ചെയ്തിട്ട് ഡൊമൈൻ എങ്ങനെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആ ഹോസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താ, നിങ്ങൾക്കും ലൈവില് നിങ്ങളുടെ വെബ്സൈറ്റ് ഇങ്ങനെ കണ്ട് 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 നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സ്വന്തം ഒരു ഐഡിയസ് ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ പഠിച്ചത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഒന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡൊമൈൻ എന്താ പഠിച്ചു, പിന്നെ ഹോസ്റ്റിംഗ് എന്താ പഠിച്ചു, ഹോസ്റ്റിംഗ് എന്തിനാ ചെയ്യുന്നതെന്ന് പഠിച്ചു, പിന്നെ വേർഡ് പ്രസ് എന്താ പഠിച്ചു അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് നേരെ ചെയ്യാൻ തുടങ്ങാം. കാരണം എന്താ വെച്ചാൽ ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്, പറഞ്ഞു തീരില്ല. അപ്പൊ എന്താ പ്രാക്ടിക്കലി ചെയ്തിട്ട് തന്നെ പഠിക്കും. ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാനുള്ളതാണ്, അതല്ലാതെ തിയറിറ്റിക്കലി പഠിച്ച് എന്താക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കണം. ഓക്കെ, അതിനു വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ നേരെ നമുക്ക് എന്തിൽ കിടക്കാം? പ്രാക്ടിക്കലി കിടക്കാം. ഓക്കെ, എന്നാ അപ്പൊ അവിടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് കിട്ടുന്ന ഒരു സൈറ്റാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റി ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞുള്ള സൈറ്റ്. സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ ഗോഡാഡി ഹോസ്റ്റിംഗ് അങ്ങനത്തെ ഒരുപാട് പെയ്ഡ് സൈറ്റുകളുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്കിത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഫ്രീ ഹോസ്റ്റിംഗിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്ന ഒരു സൈറ്റാണിത്. അപ്പോൾ ഈ കാണാനാണ് എന്ത് ചെയ്യുക, നമ്മുടെ ആ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കയറുക, എന്നിട്ട് ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറുക, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിലിങ്ങനെ കാണിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യുക, ഒന്ന് ഫസ്റ്റ് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതായത് ഈ കൺട്രോൾ പാനലിൽ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതാ ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ കാണുന്ന ഫസ്റ്റ് കാണുന്നതാണ് വേർഡ് പ്രസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേർഡ് പ്രസ് പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോംസ് ആണ്, ജൂംല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ അത് വേണ്ട, നമുക്കിപ്പോൾ എന്ത് ചെയ്താൽ മതി, വേർഡ് പ്രസ് മാത്രം മതി. എന്നിട്ട് ഇതാണ് നമ്മുടെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ഇത്.
ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ നമ്മുടെ യൂസർ നെയിമും അതേപോലെ പാസ്വേഡും സെറ്റ് ചെയ്യണം. ഈ അഡ്മിൻ യൂസർ നെയിം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേര് കൊടുക്കാം. അതായത് ഇപ്പോൾ വെസ്റ്റ്ലോ എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു പാസ്വേഡ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിൻ്റെ പേര് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ താഴത്തായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് ഇവിടെ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു URL. ഒന്ന് നമ്മുടെ സൈറ്റിൻ്റെ URL കാണാം. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വേർഡ്പ്രസിലേക്ക് ലോഗിൻ ചെയ്യേണ്ട ഒരു URL ആണ് കാണുന്നത്. അതായത് നമ്മുടെ സൈറ്റിൻ്റെ ഡൊമൈനും പിന്നെ /WP admin എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാനുള്ള URL. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ എന്ത് ചെയ്യും, വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടാവും ഒരു ഹോമിൻ്റെ ചിത്രം ഉണ്ടാവും. അതിൽ വിസിറ്റ് സൈറ്റ് എന്നുള്ളിടത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് പോകും. ഈ സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് SEO ചെയ്യുന്നത് എല്ലാം ഈ ഒരു സൈറ്റ് വെച്ചിട്ട് തന്നെയാണ്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ സൈറ്റ് എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇതിന് ഓരോ പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് വാച്ചിങ്.